അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ വളരെ സുപ്രധാനമായ വിധിന്യായം തന്നെയാണ്. അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇപ്പോൾ നാളെ ബിസിനസ് അവേഴ്സ് അവസാനിക്കുന്നതിന് മുമ്പ് SBIയോട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിവരങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാനാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോട് 15 മാർച്ചിന് ഇത് പബ്ലിഷ് ചെയ്യാനും ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് നേരത്തെ സുപ്രീം കോടതി ഓർഡർ കൊടുത്തിരുന്നതാണ്. ഈ കേസ് നടക്കുമ്പോൾ തന്നെ 2019 ഏപ്രിൽ 12 ഒരു ഇന്റർവ്യൂ ഓർഡർ ഉണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞിരുന്നു, ഇത് കേസ് നീണ്ടുപോവുകയാണെങ്കിൽ പാർട്ടികളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഡീറ്റെയിൽസ് ഇപ്പോൾ ആരൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ SBIയുടെ കയ്യിലുണ്ട്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അതെല്ലാം കളക്ട് ചെയ്ത് സുരക്ഷിതമായിട്ട് വെച്ചിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷം ഫൈനൽ ഓർഡർ വന്നപ്പോൾ ഫൈനൽ ഓർഡറിൽ കൊടുത്തിരുന്ന സമയം അവസാനിച്ചു. അപ്പോൾ SBI വീണ്ടും സമയം നീട്ടിക്കിട്ടണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിക്കുകയാണ് ഉണ്ടായത്. അതിനകത്ത് ഒരു ദുരുദ്ദേശമുണ്ട്. കാരണം ഈ വിവരങ്ങൾ പുറത്തു വിടാത്തത് കൊണ്ട് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയത്. വോട്ടർക്ക് എപ്പോഴും അറിയാനുള്ള അവകാശമുണ്ട്. അത് ഒരു ഭരണഘടനാ അവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. ആ അവകാശത്തെ ധ്വംസിക്കുന്നതായതുകൊണ്ട് ഈ ഇലക്ട്രൽ ബോണ്ട് അസാധുവാണെന്ന് സുപ്രീം കോടതി ഡിക്ലെയർ ചെയ്തപ്പോൾ ഈ വിവരങ്ങളെല്ലാം പരസ്യപ്പെടുത്തണം. ഇത് SBI ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കണം, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലിടണം, ആർക്കും അത് പരിശോധിക്കാൻ ഒരു അവസരം കിട്ടണമെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ SBI വീണ്ടും ഈ അപേക്ഷയുമായിട്ട് വന്നിരിക്കുന്നത്. സമയം കൊടുക്കാത്തത് വളരെ നല്ലൊരു ഓർഡറാണ്. നാളത്തേക്ക് ഇത് കൈമാറ്റം ചെയ്യണം, അത് ഇലക്ഷൻ കമ്മീഷൻ പെട്ടെന്ന് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുമ്പോൾ അടുത്ത ഇലക്ഷന് മുമ്പിൽ തന്നെ എല്ലാവർക്കും, ജനങ്ങൾക്ക്, വോട്ടേഴ്സിന് ആരൊക്കെ ആണ്, ഏതൊക്കെ കോർപ്പറേറ്റ് എൻറ്റിറ്റികളാണ്, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിന് എത്ര പണം കൊടുത്തിരിക്കുന്നു എന്നറിയാനുള്ള ഒരു അവകാശം കിട്ടുകയാണ്. അതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം സുതാര്യമാക്കുന്നതിൽ സുപ്രീം കോടതി വളരെ മികച്ച ഒരു സ്റ്റെപ്പാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെ ആത്മവിശ്വാസം തരുന്നൊരു വിധിയാണ്. ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭനാണ് വിശദാംശങ്ങൾ പറഞ്ഞത്.